LBSലെ റീഫണ്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുക. അതിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നേഴ്സിംഗ്, അതായത് നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റുകൾ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് റീഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് റൗണ്ടുകളിൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു, അതിനുശേഷം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. അതേപോലെ നിങ്ങൾ എക്സസ് ഫീ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അതിൽ നിങ്ങളൊരു ഫീ അടച്ചു, രണ്ടാമത് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അതിൽ ഫീസ് അത്രയും ഉണ്ടായിരുന്നില്ല, അപ്പോൾ എക്സസ് ഫീ ആയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസ് ഫീയും ഇത് രണ്ടും റീഫണ്ട് കിട്ടും. അതായത് നിങ്ങൾ ഫീസ് അടച്ചിട്ട് സീറ്റ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നിലവിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസിനെ കഴിഞ്ഞും കൂടുതലാണ് അടച്ചിരിക്കുന്നത്. ഈ രണ്ട് കേസിലും റീഫണ്ട് കിട്ടും. എന്നാൽ ചില സ്പെഷ്യൽ റൗണ്ടുകളിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് ഓപ്ഷൻ കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു, പിന്നീട് ജോയിൻ ചെയ്തില്ലെങ്കിൽ ടോക്കൺ ഫീ തിരിച്ച് തരില്ല എന്ന് പറഞ്ഞ ചില റൗണ്ടുകളുണ്ട്, സ്പെഷ്യൽ റൗണ്ടുകൾ. അങ്ങനെ സീറ്റ് നഷ്ടപ്പെടുത്തിയവർക്ക് ഈ റീഫണ്ട് കിട്ടില്ല. ആദ്യ റൗണ്ടുകളിൽ സീറ്റ് കിട്ടി ടോക്കൺ ഫീ അടച്ച് വിഡ്രോ ആയവർക്കും പിന്നീട് അല്ലെങ്കിൽ എക്സസ് ഫീസ് അടച്ചവർക്കും ഒക്കെ മാത്രമാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ അർഹതയുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്തിടാം. പക്ഷേ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. റൈറ്റ്, ഇനി ഇതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾ LBSൽ നിങ്ങളുടെ ഹോം പേജിൽ കയറുക. അതായത് നമ്മൾ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയൊക്കെ ചേരുന്ന അതേ ഹോം പേജിൽ കയറുക. നിങ്ങളുടെ ഹോം പേജിൽ കയറി നിങ്ങളുടെ ലോഗിൻ ID ഒക്കെ ഉപയോഗിച്ച് കയറുക. നിങ്ങളുടെ അപേക്ഷാ നമ്പരും രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ടൈറ്റിൽ ഉണ്ടാവും. ആ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ടൈറ്റിലിന് താഴെ റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീഫണ്ടിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ നിങ്ങളുടെ പേര് ഡീറ്റെയിലും ഒക്കെ, അതായത് അഡ്രസ്സൊക്കെ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ അന്ന് ഫീ അടച്ചപ്പോൾ, അതായത് എത്രയാണോ നിങ്ങൾ ഫീ അടച്ചത് ആ ഫീ അതിൻ്റെ റെസിപ്റ്റ് സ്കാൻ ചെയ്ത്, ഇപ്പോൾ ഓൺലൈനായിട്ട് അടച്ചെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ പേജ്, നിങ്ങൾക്കൊരു ഫീ റെമിറ്റ് ആയതിൻ്റെ ഒരു PDF കിട്ടിയിട്ടുണ്ടാവും. അത് ഇനി നിങ്ങൾ ചെല്ലാനായിട്ടാണെങ്കിൽ അതിൻ്റെ കോപ്പി. അപ്പോൾ ഏതാണോ രസീത്, അപ്പോൾ ഫീസ് അടച്ചതിൻ്റെ രസീത്, അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അടച്ചിരിക്കുന്നതിൽ അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ PDF. അങ്ങനെ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നീട് ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ള ടൈറ്റിൽ താഴെ ഫീ ഒടുക്കിയ ആ രസീത് നിങ്ങൾ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ചെയ്യണം. ബാങ്ക് ഡീറ്റെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. റീഫണ്ട് ഡീറ്റെയിലിന് താഴെ നിങ്ങൾ ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ PDF അപ്ലോഡ് ചെയ്തു. ബാങ്ക് ഡീറ്റെയിലിന് താഴെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ റീഫണ്ട് കിട്ടേണ്ടത് ആ അക്കൗണ്ടിന്, അതായത് അത് അപേക്ഷകൻ്റേതായിരിക്കണം. അപേക്ഷകൻ്റെ അക്കൗണ്ട് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേരൻസിൻ്റെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ബെറ്റർ കാൻഡിഡേറ്റ് ആരാണോ, കുട്ടി ആരാണോ, കുട്ടിയുടെ അക്കൗണ്ട് തന്നെ കൊടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കണം. അപ്പോൾ അതിൽ അപേക്ഷകൻ്റെ വിവരം രേഖപ്പെടുത്തിയ ശേഷം അതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് സ്കാൻ ചെയ്തിട്ട് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൽ എന്തൊക്കെ ഉണ്ടാവണം? നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവണം, അതേപോലെ നിങ്ങളുടെ പേരുണ്ടാവണം, അതിൽ IFSC കോഡ്, ഇതൊക്കെ വരുന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജ് വേണം സ്കാൻ ചെയ്തിട്ട് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. എന്നിട്ട് റീഫണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അറിയാവുന്നതാണ്. അപ്പോൾ റീഫണ്ട് ഡീറ്റെയിൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ റീഫണ്ട് ഇഷ്യൂ ആയോ, ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റെഗുലർലി ആ സൈറ്റിൽ കയറി റീഫണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ റീഫണ്ട് സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് ഉണ്ടാവും ആ ലിങ്കിൽ. അതേപോലെ തന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ മെൻഷനിങ്ങും അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് മാറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്ന നോട്ടിഫിക്കേഷൻ ഇത്ര മാത്രമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് പുതിയതായി വന്നാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.